ഹലോ എവരിവൺ. പുതുവർഷത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് നാം എല്ലാവരും തന്നെ അല്ലെ. ഓരോ പുതിയ വർഷവും നമുക്കൊക്കെ പ്രതീക്ഷകളുടെ സ്വപ്നങ്ങളുടെയൊക്കെ ഒരുപാട് നിറങ്ങൾ കൊണ്ടുവരുന്നതാണ്. പലപ്പോഴും പുതുവർഷം ആരംഭിക്കുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കും, അല്ലെങ്കിൽ പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയും വെക്കുന്നവരാണ്. അങ്ങനെ പുതിയ കുറെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്ന ശീലം എല്ലാവർക്കും തന്നെയുണ്ട്. അതൊരു പുതുവർഷത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അങ്ങനെയാണ് പുതിയതായിട്ടുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് തുടങ്ങാൻ പറ്റിയ ഒരു സമയമായിട്ടാണ് നമ്മൾ എല്ലാവരും പുതുവർഷത്തെ കാണുന്നത്. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കും, പലരും തുടങ്ങുകയും ചെയ്യും. പക്ഷേ നമ്മൾ ഈ തുടങ്ങുന്ന പുതിയ അല്ലെങ്കിൽ നല്ല ശീലങ്ങളും അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നതിന്റെയൊക്കെ ആയുസ് വളരെ ചുരുക്കമായിരിക്കും. എന്തുകൊണ്ടാണ് പുതുവർഷത്തിൽ നമ്മൾ എടുക്കുന്ന പുതിയ തീരുമാനങ്ങളുടെ ആയുസ് വളരെ കുറവായിട്ട് നിൽക്കുന്നത്? ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അറിയാം, നമ്മൾ സെറ്റ് ചെയ്യുന്ന പല ലക്ഷ്യങ്ങളും തന്നെ അൺഅച്ചീവബിൾ ആയിരിക്കും, അൺറിയലിസ്റ്റിക് ആയിരിക്കും. അതായത് നേടിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളതും അല്ലെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ലക്ഷ്യങ്ങളായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം പാതി വഴിക്ക് നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 2024 സെറ്റ് ചെയ്യുന്ന ഗോൾസ് റിയലിസ്റ്റിക്കും അച്ചീവബിളും ആയിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഇനി എങ്ങനെയുള്ള ഗോളുകളാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്? നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ടായിരിക്കണം. എപ്പോഴും നമ്മളെ പോസിറ്റീവ് ആക്കി വെക്കാനായിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ വേണം നമ്മൾ എടുക്കാൻ. അതോടൊപ്പം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ, നമ്മളെ ഹെൽത്തി ആയിട്ട് ഓൾവേസ് നമ്മളെ ഹാപ്പി ആയിട്ട് വെക്കുന്ന നല്ല നല്ല തീരുമാനങ്ങളായിരിക്കണം പുതുവർഷത്തിൽ നമ്മൾ എടുക്കേണ്ടത്. ഇത് തീരുമാനങ്ങൾ ആ ഒരു സമയത്ത് നടപ്പാക്കാൻ മാത്രം എടുത്താൽ പോരാ, അത് നമ്മൾ തുടർന്നുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുകയും വേണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെ നമുക്ക് പുതുവർഷത്തിലെ തീരുമാനങ്ങളെ നല്ല രീതിയിൽ എടുക്കാം, അതോടൊപ്പം തന്നെ ആ തീരുമാനങ്ങളെ തുടർന്ന് നമ്മുടെ ലൈഫിൽ മുമ്പോട്ട് ഒരു നിർത്തലില്ലാതെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മളൊക്കെ എങ്ങനെയാണ് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ തയ്യാറാക്കുന്നത്? നമ്മൾ ഒന്നെങ്കിൽ 31-ാം തീയതി വൈകിട്ട് അല്ലെങ്കിൽ 1-ാം തീയതി രാവിലെ ഒരു ബുക്കോ ഡയറിയോ എടുത്ത് കുറെ കാര്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും അല്ലെ. അതിനുശേഷം ഇതൊക്കെ എനിക്ക് ഈ വർഷത്തിൽ നടപ്പാക്കേണ്ട കാര്യമാണെന്നൊക്കെ ഒരു തീരുമാനം അല്ലെങ്കിൽ എഴുതി വെച്ചിട്ട് നമ്മൾ ആ കാര്യം അവിടെ അങ്ങ് ഉപേക്ഷിക്കുകയാണ്, അല്ലെ കുറച്ച് ദിവസം, ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ചെയ്യും. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയാണോ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ നമ്മൾ ചെയ്യാൻ ആരംഭിക്കേണ്ടത്? അല്ല. ഒരു പുതിയ വർഷത്തെ നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങണമെങ്കിൽ അതിന്റെ മുന്നൊരുക്കത്തിലും വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർഷം, ഈ 2023 തന്നെ 2024 സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കണം. അതുകൊണ്ട് തന്നെയാണ് ന്യൂ ഇയർ തുടങ്ങുന്നതിനേക്കാൾ കുറച്ച് മുമ്പേ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരുക്കത്തില് ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഏത് കാര്യവും നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും, ചെയ്യേണ്ട കാര്യത്തിൽ നമുക്ക് നല്ല ഉത്സാഹം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ന്യൂ ഇയർ റെസൊല്യൂഷനിൽ ആദ്യം നമുക്ക് ചെയ്യാനായിട്ട് എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോളിഷ് യുവർ ലുക്ക്. കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതൊക്കെ എന്താണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പുതിയതായിട്ട് തീരുമാനിക്കാനായിട്ട് ഇരിക്കുമ്പോൾ എൻ്റെ ലുക്കിൽ എന്താണ് ഞാൻ മാറ്റം വരുത്തേണ്ടത് എന്നല്ലേ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. എന്താണ് നമുക്ക് ഈ പോളിഷ് യുവർ ലുക്ക് എന്ന് പറയുന്ന ആസ്പെക്റ്റിലുള്ളതെന്ന് നോക്കാം. അതായത് നമ്മളിൽ പലർക്കും നമ്മളുടെ ഒരു ലുക്കിൽ ഒരു മാറ്റം വരുത്തണം, അല്ലെ വരുത്തിയാലോ എന്നൊക്കെയുള്ള ആലോചനകൾ എപ്പോഴെങ്കിലും ഒക്കെ മനസ്സിൽ തോന്നും അല്ലെ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മുടി നരച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരിക്കും മുടിയൊക്കെ ആകെ നരച്ചു തുടങ്ങി, ഒന്ന് ഡൈ ചെയ്താലോ എന്ന്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി ചില വ്യക്തികൾക്കാണെങ്കിൽ അവരുടെ മുടി ഒന്ന് കളർ ചെയ്യണമെന്ന് ഒരുപാട് നാളായിട്ട് ഒരു ആഗ്രഹം കാണും. അങ്ങനെ ഉള്ള വ്യക്തികളാണെങ്കിൽ അതിനു പറ്റിയ സമയമാണിപ്പോൾ. ഞാൻ അതിന്റെ കാരണങ്ങൾ പറഞ്ഞു തരാം. ഇനി അതല്ല, ചിലർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ഹെയർ കട്ട്, ഇന്ന രീതിയിൽ എൻ്റെ മുടി ഒന്ന് വെട്ടണം എന്നുള്ള ആഗ്രഹം, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നമ്മളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ് അതിലൊരു മാറ്റം വരുത്തുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ചില വ്യക്തികൾക്കാണെങ്കിൽ ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഉണ്ട് അതൊന്ന് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹം വളരെ നാളായിട്ട് മനസ്സിലുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ നമുക്ക് കോൺഫിഡൻസ് തരുന്ന, നമ്മളിൽ തന്നെ നമ്മൾ മാറ്റം വരുത്തി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില ഏരിയ കാണും. ആ ഏരിയയിലാണ് ആദ്യം മാറ്റം വരുത്തേണ്ടത്. അങ്ങനെ ഒരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാകുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം കണ്ടുവച്ച് നിങ്ങൾ അതിന് തയ്യാറായി കഴിയുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ വളരെ അധികം ഉയരാനായിട്ട് അത് സഹായിക്കും. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഇപ്പൊ നിങ്ങൾക്ക് മുടി കളർ ചെയ്യണം അല്ലെങ്കിൽ ഡൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ന്യൂ ഇയർ വരെ നോക്കണ്ട, അതിനു മുമ്പ് തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ അതിന് സമയം കണ്ടെത്തി അതങ്ങ് ചെയ്യുക.
അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. മറ്റാരും നിങ്ങളെ നിർബന്ധിച്ച് ചെയ്ത ഒരു ലുക്കിലേക്കല്ല നിങ്ങൾ മാറിയത്, അല്ലെ? നമുക്ക് കോൺഫിഡൻസ് തരുന്ന, സന്തോഷം തരുന്ന ഒരു പുതിയ ലുക്ക് പുതുവർഷത്തിന്റെ മുന്നോടിയായിട്ട് നിങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ, അല്ലെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ആ ഒരു ലുക്കിൽ നിങ്ങൾ നോക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്ന ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ഇഷ്ടം, നമ്മളിൽ മാറ്റം വരുത്താൻ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ഏരിയ കണ്ടെത്തി അതിൽ നിങ്ങൾ ആദ്യം ചേഞ്ച് വരുത്തുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നല്ല ഒരു ലെവലിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം സന്തോഷമുണ്ടാവും. പുതുവർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസത്തോടെ അതിനെ മുന്നിൽ കണ്ട് അതിലേക്ക് ആ ഒരു പുതിയ വർഷത്തെ വരവേക്കാൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യം സഹായിക്കും. ടൈഡിങ് അപ്പ് യുവർ എൻവയോൺമെന്റ്. പുതുവർഷമായതുകൊണ്ട് തന്നെ പുതിയ ഒരു മാറ്റത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മളായിരിക്കുന്ന ആ എൻവയോൺമെന്റ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീട് മുഴുവൻ ക്ലീൻ ആക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ റൂമെങ്കിലും നിങ്ങളൊന്ന് ക്ലീൻ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത പേപ്പേഴ്സ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റാനായിട്ട് തയ്യാറാകുക. നല്ല വൃത്തിയുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ റൂമിന്റെ ആ ലുക്ക് തന്നെ മാറ്റുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ പുതുവർഷം എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഒരു എനർജി കൊണ്ട് തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആക്കി എടുക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. വേണമെങ്കിൽ നമുക്ക് കർട്ടൻസ് ഒക്കെ ഒന്ന് മാറ്റാം, അല്ലെങ്കിൽ മൊത്തത്തിൽ ഓവറോൾ ഒരു ചേഞ്ചസ് നമ്മുടെ റൂമിൽ നമ്മൾ വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. അടുക്കും ചിട്ടയും, നമ്മൾ അധികം അടുക്കുള്ള ചിട്ടയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ പോലും എല്ലാം ഒന്ന് നീറ്റാക്കി അടുക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റൂമിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളുടെ മൊബൈലിന്റെ കാര്യത്തിലായാലും നമുക്കത് ചെയ്യാം. ആവശ്യമില്ലാത്ത തരത്തിലുള്ള ആപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് ആവശ്യമില്ലാത്ത എല്ലാം തന്നെ മൊബൈലിൽ നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ സമയവും പൈസയും ഒക്കെ കളയുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ആ ആപ്പുകളൊക്കെ ഈ ഒരു ന്യൂ ഇയർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മാറ്റുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റീസൈക്കിൾ ബിന്നിലേക്ക് നമ്മൾ മാറ്റി കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ഫോണിന്റെ കാര്യത്തിലായാലും നമ്മുടെ ലൈഫിന്റെ കാര്യത്തിലായാലും എല്ലാത്തിലും ഒരു പുതുമ നമുക്ക് പുതുവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫീൽ ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി അടുത്ത നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡയറി അല്ലെങ്കിൽ ഒരു നല്ല ഒരു നോട്ട് ബുക്ക്, ഒന്നും എഴുതാത്ത ഒരു ബുക്ക് റെഡിയാക്കി നിങ്ങൾ വെക്കുക. എപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുതുവർഷം തുടങ്ങുന്നതിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ തലേദിവസം അല്ലെ അന്നാണ് എഴുതാൻ തുടങ്ങുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ മുതലേ ചെയ്ത് തുടങ്ങേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ നിങ്ങൾ ഒരു ഡയറി, ഒരു നല്ല ഒരു പ്രിറ്റി ആയിട്ടുള്ള ഡയറി എടുത്തതിന് ശേഷം അതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, അതിന്റെ ആ തുറക്കുമ്പോൾ തന്നെയുള്ള പേജിൽ നിങ്ങളുടെ പേരും അതിനുശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു ഡെസിഗ്നേഷൻ കാണും. നമ്മൾ എല്ലാവർക്കും തന്നെ ജീവിതത്തിൽ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ കാണും. ആ ഒരു പൊസിഷൻ നിങ്ങൾ എഴുതുക. അത് നിങ്ങൾ ആയില്ല അല്ലെങ്കിൽ ആയിട്ട് എഴുതാം എന്ന് കരുതരുത്. നിങ്ങളുടെ പേരിന് താഴെ ആ ഒരു ഡെസിഗ്നേഷനും നിങ്ങൾ ആ ഡയറിയിൽ കാണുന്ന രീതിയിൽ വലുതായി തുറക്കുമ്പോഴേ ഉള്ള പേജിൽ എഴുതി വെക്കുക. അപ്പൊ ഓരോ തവണ നമ്മൾ ഈ ഡയറി എടുക്കുമ്പോഴും അത് നമുക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്, അല്ലെ? നമ്മൾ എത്തിച്ചേരേണ്ട ആ ലക്ഷ്യത്തെ നമ്മളെ ഓർമ്മപ്പെടുത്താനായിട്ട്. മാത്രമല്ല നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കൂട്ടാനായിട്ട്, ഞാൻ ഇന്ന ഒരു വ്യക്തിയാണ്, അല്ലെ ഇന്ന ഒരു പൊസിഷനിലുള്ള ആളാണ് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചെടുക്കാനായിട്ടും ഒക്കെ നമ്മളെ അത് സഹായിക്കും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ആ ഒരു പുതിയ വർഷം നിങ്ങൾക്ക് നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ്, ഒരു ബക്കറ്റ് ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എത്ര എണ്ണം വേണം, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, ഇതൊക്കെയും നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാൻ അതിലൊരു ഗൈഡൻസ് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് 10 കാര്യങ്ങൾ എഴുതി വെക്കാം. നമ്പർ ഇട്ട് എഴുതുക. എന്തൊക്കെയാണ് എനിക്ക് പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്നൊരു ഹെഡിങ് കൊടുത്തേച്ച് എഴുതേണ്ട ഒരു 10 കാര്യം, അതല്ല 20, 50, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേടണമെന്ന് ആഗ്രഹിച്ച് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു 10 നമ്പറിനെ ഒന്ന് മിനിമൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. അതിനുശേഷം പുതുവർഷം തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ഓരോന്ന് നേടി കഴിയുമ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ആ ഒരു നമ്പർ ഇട്ട് നമ്മൾ എഴുതിയ കാര്യത്തിന് നേരെ ഒരു ടിക്ക് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇതിൽ ഒരു കാര്യത്തിലെങ്കിലും നിങ്ങൾക്ക് അത് നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് ഒരു ടിക്ക് മാർക്ക് കൊടുത്തു കഴിയുമ്പോൾ, എൻ്റെ ആ ഒരു കാര്യം ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് വളരെയധികം കൂടുന്നതായിട്ട് നിങ്ങൾക്കറിയാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസിൽ നമ്മളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താമെന്ന് നോക്കാം. നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന നമ്മളുടെ ഈ ബക്കറ്റ് ലിസ്റ്റിൽ ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാനായിട്ട് തയ്യാറാവുക എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡയറിയിലാണെങ്കിലും നിങ്ങൾ ആദ്യം റെസൊല്യൂഷൻസ് എഴുതി കഴിഞ്ഞാൽ ബാക്കി പേജുകൾ കിടക്കുകയാണ്, അല്ലെ? അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് എന്ത് എഴുതാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയൊരു ബുക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ ആവാം. പുതിയൊരു ഡയറിയോ എടുത്തതിന് ശേഷം എന്നും ന്യൂ ഇയർ തുടങ്ങുമ്പോൾ മുതൽ ഞാൻ എന്നും രാവിലെ
അല്ലെങ്കിൽ വൈകുന്നേരം നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ഒരു നന്ദി പറയാൻ പറ്റിയ എന്തെങ്കിലും ഒരു 3 കാര്യങ്ങൾ എഴുതാൻ തയ്യാറാവും. ഇനി എഴുതാൻ താല്പര്യമില്ലാത്ത വ്യക്തികളാണ് നമുക്ക് ഒട്ടും പറ്റാത്ത ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിലും നല്ലത് നമുക്ക് പറ്റുന്ന കാര്യങ്ങളിലേക്കാണ്. എങ്കിലും ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ലൈഫിൽ വളരെ ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് എഴുതാൻ പറ്റത്തില്ലെങ്കിൽ അതൊന്ന് പറയാൻ തയ്യാറാവും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ തീരുമാനിക്കുക, പുതുവർഷം തുടങ്ങുന്ന ആ 1-ാം തീയതി തന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റ് ആ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ അന്ന് എനിക്ക് കിട്ടിയ 3 അനുഗ്രഹങ്ങൾ ഞാൻ മനസ്സിലോർത്ത് അതിന് നന്ദി പറയുക. ഇനി വൈകുന്നേരമാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നെങ്കിൽ 2 നേരം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് അന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടിയ 3 കാര്യങ്ങൾ ഓർത്ത് അതൊന്ന് മനസ്സിൽ അതിന് നന്ദി പറയാൻ തയ്യാറാവുക. നമ്മൾ ഓർക്കും ഇതിനൊക്കെ ഇത്ര പ്രാധാന്യം ഉണ്ടോ നമ്മുടെ ലൈഫിൽ നിന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് നമുക്ക് അതിന്റെ ആ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകളുടെ ആ ഒരു മൂല്യം എന്താണെന്നും നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇത് ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പോസിറ്റീവ് അഫർമേഷൻസ് പറയുക എന്നുള്ളത്. എത്രയൊക്കെ എനർജി നമ്മൾ ഫില്ല് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ എനർജി ചോർന്നു പോകും. അങ്ങനെ പോകാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെ പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യത്തിൽ പ്രാധാന്യം കൊടുക്കുന്നു. ഇതും അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു 2-3 കാര്യം എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അധികം സമയം ഒന്നും നമുക്ക് ആവില്ല, എന്നുള്ള നമ്മുടെ ലൈഫിൽ നിന്ന് ഒരു മാറ്റവും വരികയില്ല ഈ ഒരു 2-3 കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ. പകരം നമുക്ക് പ്രയോജനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലെ, വൈകിട്ട് ഈ പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ പറയാൻ നമുക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുന്നു അപ്പോഴൊക്കെ നമ്മൾ പുതിയ വർഷത്തില് നിങ്ങൾ തീരുമാനം എടുക്കുക. എപ്പോഴൊക്കെ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്നു അപ്പോഴൊക്കെ നല്ല നല്ല കാര്യങ്ങൾ എന്നെക്കുറിച്ച് തന്നെ കൂടുതൽ എനിക്ക് കോൺഫിഡൻസ് തരുന്ന കാര്യങ്ങൾ ഞാൻ പറയും എന്നുള്ള ഒരു തീരുമാനം എടുക്കുക. അത് നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എഴുതി വെക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളിൽ പലർക്കും ഇന്ന് തിരക്ക് കാരണം കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ നമുക്കുള്ള ആളുകളുമായിട്ട് സമയം ചെലവഴിക്കാൻ കഴിയാതെ പോകുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബ പ്രശ്നങ്ങൾ അല്ലെ നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെയും ഒരുപാട് പ്രശ്നങ്ങളിലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തീരുമാനമെടുക്കാൻ അങ്ങനെയുള്ള വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലിസ്റ്റിൽ എഴുതുക, ഈ ഒരു പുതുവർഷം ഞാൻ കിട്ടുമ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ എൻ്റെ ഫാമിലിയുടെ കൂടെ ഞാൻ ചെലവഴിക്കാൻ മാറ്റി വെക്കും എന്നുള്ളത്. ഇനി ഈ സമയം കണ്ടെത്തുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. നിങ്ങൾ വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കുന്ന ഒരു ടൈം അതുവരെയും നിങ്ങൾ തനിച്ചിരുന്ന് മൊബൈൽ കണ്ടാണ് കഴിക്കുന്നതെങ്കിൽ പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് ഫാമിലിയോട് കൂടി ആലോചിച്ചിട്ട് എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് വീക്ക്ലി അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ ഫാമിലിയുമായിട്ട് പുറത്ത് പോവുക, അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലാൻ നിങ്ങൾ തയ്യാറാവുക. അപ്പൊ ഇതിൽ എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് തെറ്റിപ്പോയാലും നമ്മൾ സ്വയം കുറ്റപ്പെടുത്താതെ അതെനിക്ക് തിരക്കായതുകൊണ്ട് അല്ലെ നെക്സ്റ്റ് ടൈം നമുക്കത് മാനേജ് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനം കൂടെ നിങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ എഴുതി വെച്ച എല്ലാ കാര്യങ്ങളും അതേ രീതിയിൽ എപ്പോഴും നമുക്ക് നടക്കുമെന്ന് പറയാൻ സാധിക്കില്ല, പക്ഷെ നമ്മൾ അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ബിൽഡ് എ ബെറ്റർ ബഡ്ജറ്റ്. ഒരുപാട് പണം ആവശ്യമില്ലാതെ ചെലവഴിക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പുതിയ വർഷത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാങ്ങിച്ചോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കുന്ന കാര്യം ഞാൻ പരമാവധി ഒഴിവാക്കും. അതായത് പൈസ ചെലവാക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക, ഇത് ആവശ്യമുള്ളതാണ്. ഇപ്പൊ എനിക്ക് ആവശ്യത്തിന് ഡ്രസ്സ് ഉണ്ടായെങ്കിൽ ഇപ്പൊ ഇത് വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കടകളിൽ പോകുമ്പോൾ കാണുമ്പോഴേ വാങ്ങിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് വാങ്ങിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക, ഇപ്പൊ എനിക്ക് ആവശ്യമുണ്ടോ. അങ്ങനെ നമ്മൾ ഒന്ന് സേവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഈ പണം കൈകാര്യം ചെയ്യുന്ന ആ ഒരു ശീലത്തെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കൂട്ടാനും നമ്മുടെ ലൈഫിൽ തന്നെ ഒരുപാട് പ്രയോജനങ്ങൾ കൊണ്ടുവരാനും റീഡ് എ ബുക്ക്. എന്നും എന്തെങ്കിലും നമുക്ക് പുരോഗതിക്ക് ഉതകുന്ന രീതിയിലുള്ള ബുക്കുകൾ ഞാൻ വായിക്കാൻ വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കും എന്നൊരു തീരുമാനം എടുക്കുക. വളരെ നമ്മളുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ വായന എന്ന് പറയുന്നത്. അതിന്റെ സമയം നമുക്ക് തന്നെ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ക്രമീകരിക്കുക. രാവിലെയാണ് നിങ്ങൾക്ക് സമയമുള്ളതെങ്കിൽ അങ്ങനെ, വൈകിട്ടാണെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് ഈ മൊബൈലൊക്കെ നോക്കുന്ന ശീലം മാറ്റിവെച്ച് ബുക്ക് വായിച്ചാൽ നമുക്ക് നല്ലൊരു സ്ലീപ്പ് പാറ്റേൺ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് അത് സഹായിക്കും. അപ്പൊ അധികം സമയം കിട്ടുന്നില്ല, 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് മാത്രമാണ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതെങ്കിലും അത് നിങ്ങൾ അതിനുള്ള സമയം മാറ്റി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. സ്റ്റാർട്ട് എക്സസൈസ്. ഫിസിക്കൽ ഹെൽത്തിന് വളരെയധികം പ്രാധാന്യം തരുന്ന ഒരു കാര്യമാണ് ഈ എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷനില് ഡയറിയിൽ ഞാൻ നാളെ മുതൽ 1/2 മണിക്കൂർ അല്ലെ 1 മണിക്കൂർ എക്സസൈസ് ചെയ്യും എന്നുള്ള ഒരു തീരുമാനം എടുത്താൽ പലപ്പോഴും നമുക്കത് പൂർത്തിയാകാൻ പറ്റില്ല. ഒരു ദിവസം പെട്ടെന്ന് തുടങ്ങുന്ന ഒരു ബിഗിനർ ആണ് നിങ്ങളെങ്കിൽ എക്സസൈസുകൾ നിങ്ങൾക്ക് ഇത്രയും സമയം ചെയ്യാൻ സാധിക്കില്ല. പകരം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എഴുതുക, എക്സസൈസ് ഞാൻ എന്നും ചെയ്യുമെന്ന് മാത്രം എഴുതുക. അതൊരു തുടക്കക്കാരാണ് നിങ്ങളെങ്കിൽ ഒരു 5 മിനിറ്റ് എങ്കിലും, അതൊരു സ്ട്രെച്ചിങ് എക്സസൈസ് ആകാം, അല്ലെങ്കിൽ ഒന്ന് നടക്കാനായിട്ട് പോകുന്നതാവാം, അങ്ങനെ ചെറിയ തോതിൽ തുടങ്ങുക. എന്നും
കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ ഒരു മാസം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് ഒരു സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ ഒരു മൂവിങ്ങോ എന്ന് നടക്കുകയോ നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഗോള് കുറച്ചും കൂടെ ആ സമയം ഒന്ന് കൂട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സമയം മാറ്റിവെക്കാൻ പറ്റുന്ന തരത്തിൽ യോഗ, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മെഡിറ്റേഷൻ അല്ലെ മൈൻഡ്ഫുൾനെസ്, ഇതിനൊക്കെയും സമയം, ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഡീപ് ബ്രീതിങ് എക്സസൈസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഈ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ സമയം മാറ്റിവെക്കാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ ഈ പറയുന്ന ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും പോസിബിൾ അല്ല. പക്ഷെ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നമ്മളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ തന്നെ ബി കൈൻഡ് ടു യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. നമ്മളോടും മറ്റുള്ളവരോടും ദയോടെ ഞാൻ പെരുമാറും പുതിയ വർഷത്തിൽ നിന്നൊരു തീരുമാനമെടുക്കുക. നമ്മളോട് എങ്ങനെയാ ദയ കാണിക്കേണ്ടത് ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ അവിടെ നമ്മളെ തന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു നേച്ചർ, ഞാൻ ഈ പുതിയ വർഷം മുതൽ എൻ്റെ തന്നെ ഏറ്റവും നല്ല ഫ്രണ്ട് ഞാൻ തന്നെ ആയിരിക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കുക. അതോടൊപ്പം മറ്റുള്ളവരോടും ദയോടെ പെരുമാറാനായിട്ട് ശ്രമിക്കുക. ഈ ദയോടെ പെരുമാറുക എന്ന് പറയുമ്പോൾ വളരെ ചെറിയ കാര്യങ്ങളായിരിക്കാം. അതായത് നമുക്കൊരു കോംപ്ലിമെന്റ് പറയാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യം മറ്റൊരാളിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഒന്ന് അഭിനന്ദിക്കാനായിട്ട് ഒരു മടിയും വിചാരിക്കാതിരിക്കും. ചെറിയ കാര്യമാണ്, പക്ഷെ അവരിലും നമ്മളിലും പോസിറ്റീവ് എനർജി നിറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. അല്ല എങ്കിൽ നമുക്ക് ഒരു ചെറിയ പുഞ്ചിരിയാണെങ്കിലും മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ സമയം മാറ്റുക. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ കൂടെ ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോൾ ശ്രമിക്കും എന്നുള്ള ഒരു തീരുമാനവും കൂടെ നമ്മൾ എടുക്കാനായിട്ട് തയ്യാറാവും. അതുപോലെ തന്നെ നമ്മളിൽ പലർക്കും മൊബൈൽ അഡിക്ഷൻ പോലെയുള്ള ബാഡ് ഹാബിറ്റ്സ് കാണും, അല്ലെങ്കിൽ സ്മോക്കിംഗ്, ആൽക്കഹോൾ. ഇതൊക്കെ പെട്ടെന്ന് ഒരു ദിവസം പുതുവർഷത്തിൽ ഞാൻ ഇനി മുതൽ മദ്യപാനം എന്ന് പറയുന്ന ദുശീലം നിർത്തും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിർത്താൻ സാധിച്ചെന്ന് വരില്ല. അതുപോലെ മനസ്സിന് നമുക്ക് പറ്റുമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ അങ്ങനെയുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കൂ. പകരം അതിന്റെ അളവ് ഞാൻ കുറച്ചുകൊണ്ട് വരും. അങ്ങനെ കുറച്ച് പതിയെ നമുക്കത് പൂർണ്ണമായിട്ടും അതിൽ നിന്നൊക്കെയും ആ ഒരു ബാഡ് ഹാബിറ്റ്സിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ടുള്ള ഒരു അവസരമായിട്ട് നമുക്ക് ഈ പുതിയ വർഷത്തെ കണക്കാക്കാം. അതുപോലെ തന്നെ എപ്പോഴും മൊബൈൽ ഉപയോഗിക്കുന്ന ശീലമാണ്, ഞാൻ പരമാവധി അതിന്റെ ആ ഉപയോഗം ന്യൂ ഇയറിൽ കുറയ്ക്കും. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ മൊബൈലിന്റെ യൂസിൽ കുറയ്ക്കുമെന്ന് പറഞ്ഞാൽ പുതിയ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി സമയം മാറ്റി വെച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെ ഉള്ള കാര്യങ്ങളിലുള്ള നമ്മളുടെ അഡിക്ഷൻ കുറയ്ക്കാൻ സാധിക്കൂ. ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ടും നമ്മൾ പുതുവർഷത്തിൽ തുടങ്ങുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ല ഉറക്കം, നല്ലൊരു സ്ലീപ്പ് ഹാബിറ്റ് ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കും. ഉറങ്ങേണ്ട സമയം ഞാൻ കൃത്യമായിട്ട് ഉറങ്ങാൻ വേണ്ടി മാറ്റിവെക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആരോഗ്യം കൂട്ടാനായിട്ട് അതുപോലെ ഇപ്പൊ സ്ട്രെസ് കുറയ്ക്കാനായിട്ടൊക്കെ നമ്മളെ സഹായിക്കും. അപ്പൊ പുതുവർഷത്തിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണമെന്ന് കരുതുന്ന കാര്യങ്ങൾ, അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേടിയെടുക്കാൻ കഴിയുന്ന ലക്ഷ്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുക, മുമ്പോട്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നേടിയെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ഉയർച്ചയ്ക്കുള്ളതാണെന്നുള്ള ഒരു തിരിച്ചറിവോടെ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ തിരഞ്ഞെടുത്ത് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവും ഒരു പ്രതീക്ഷയും ഒക്കെ ആയിട്ട് നമുക്ക് പുതുവർഷത്തെ വരവേൽക്കാം. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.